ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ അടുക്കള വശത്തെ പടിയിൽ ഇങ്ങനെ എന്ത് വീഡിയോ ഇടുമെന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ നിൽക്കുന്ന ഈ കായ്കൾ കണ്ടത്. അപ്പോൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും ഇതെന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. ഞാൻ ഏതാണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് ഒരു 10th പഠിക്കുന്ന സമയത്താണ്. ഇതിൻ്റെ പേരാണ് തിപ്പലി. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഒരു അപ്പച്ചിയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇത്. ഒരു 3-4 മരത്തിലായിട്ട് ഇത് ഒരുപാട് പടർന്ന് പിടിച്ച് നിൽപ്പുണ്ട്. ഒത്തിരി മുകൾ വരെയൊക്കെ ഉള്ളതൊന്നും ഞങ്ങൾക്കത് എറുത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പഴുത്തു പോയതും അതുപോലെ തന്നെ പച്ചയും നമ്മൾ എറുത്തെടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം നടുക്ക് വരുന്ന, അതായത് പഴുത്ത് വരുന്നത് മാത്രമാണ് എറുത്തെടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അലർജിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്നാണ് ചുമയും തുമ്മലും ജലദോഷവും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കുമ്പോഴോ ഒക്കെ നമ്മളിട്ട് കുടിക്കാറുണ്ട്. പിന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടിൻ്റെ കൂടെ ഒരു 3-4 ഇട്ട് പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ തൊണ്ട കുത്തലും തൊണ്ട വേദനയൊക്കെ വരുമ്പോൾ നമുക്കൊരു സ്പൂണൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം കിട്ടും. പങ്കജകസ്തൂരിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മടിയും കൂടാതെ കഴിക്കും കേട്ടോ. വലിയ എരിവൊന്നും ഇല്ലാത്ത രീതിയിൽ കുട്ടികൾക്കായിട്ട് പൊടിച്ച് വെക്കണം. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഇറുത്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ആവശ്യം പോലെ മുകളിലോട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഇറുത്തെടുത്തിട്ടില്ല. ഇത് നമ്മൾ നല്ല വെയിലത്ത് നല്ലോണം തന്നെ ഉണക്കിയെടുത്താലേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ഇത് പൂപ്പലടിച്ച് പോവും. ഇത്രയും ദിവസം മഴ ആയതുകൊണ്ടാണ് ഇറുക്കാത്തത്. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇറുത്തെടുത്തിടാമെന്ന് വിചാരിച്ചു. ഇത് പുതിന ഇലയാണേ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തോട്ട് നിൽക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഐറ്റം അല്ല. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സെയിം മല്ലിയിലയുടെ ടേസ്റ്റും അതുപോലെ തന്നെ മണമാണ്. നമുക്ക് മല്ലിയില കിട്ടാത്ത ദിവസങ്ങളിൽ സാമ്പാറിലൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.